നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ രണ്ടാം പാദ സെമി ഫൈനൽ മത്സരം ഇന്ന് തീപറക്കുന്ന പോരാട്ടം സാൻസിറോയിൽ FC ബാഴ്സലോണയും ഇന്റർ മിലാനും തമ്മിൽ. പക്ഷേ ഇന്റർ മിലാന് അത്ര ശുഭകരമല്ലാത്തൊരു വാർത്ത പുറത്തേക്ക് വരുന്നു. ആദ്യം അവരൊന്ന് സന്തോഷിച്ചു, പക്ഷേ പിന്നീടത് സന്തോഷം കുറഞ്ഞ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. മത്സരത്തിന് മുന്നോടിയായിട്ട് അവരുടെ ഒരു സൂപ്പർ താരത്തിന് പരിക്ക് വീണ്ടും പറ്റി പുറത്തേക്ക് പോവേണ്ടി വന്നിരിക്കുന്നു. ഇന്നലെ ലൗട്രോ മാർട്ടിനസും ബെഞ്ചമിൻ പവാർഡും രണ്ടുപേരും ട്രെയിനിങ് സെഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് അവർക്ക് വലിയ പ്രതീക്ഷകൾ നൽകുകയും ചെയ്തിരുന്നു. ലൗട്രോക്ക് കഴിഞ്ഞ കളിക്കിടെ പരിക്ക് പറ്റിയിരുന്നു. അദ്ദേഹം ഇതാ ഫിറ്റായി മടങ്ങിയെത്തുന്നു. അതേസമയം ബെഞ്ചമിൻ പവാർഡ് അദ്ദേഹത്തോടൊപ്പം ട്രെയിനിങ് ഒക്കെ നടത്തിയിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് പരിക്ക് പറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും വേദന ആരംഭിക്കുകയും ഗ്രൂപ്പിനോടൊപ്പം ട്രെയിനിങ് നടത്തിയെങ്കിലും ഈ മത്സരത്തിന് അദ്ദേഹം അവൈലബിൾ ആവില്ല എന്ന വാർത്ത വരുന്നു. അതേസമയം ലൗട്രോ മാർട്ടിനസ് ഇൻ ടൈം റിക്കവേർഡ് ആണ്. അദ്ദേഹം ഇന്നത്തെ മത്സരം കളിക്കും. പവാർഡ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ അതിനിർണായകമായ ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവർക്ക് ഏറെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. പവാർഡാണ് ബയേണിനെതിരെയുള്ള മത്സരത്തിൽ 2-2 സമനില രണ്ടാം ഭാഗത്ത് പിടിക്കുമ്പോൾ ഒരു ഗോള് അടിച്ചിട്ടുണ്ടായിരുന്നത്. 4-3 അഗ്രിഗേറ്റിൽ ഇന്റർ വിജയിച്ച് കയറിയത് എന്ന കാര്യം കൂടി ഓർക്കുക. അന്ന് ലൗട്രോയും പവാർഡുമാണ് ഗോൾ അടിച്ചിരുന്നത്. ഇപ്പോൾ ലൗട്രോ മടങ്ങിയെത്തിയിരിക്കുന്നു, പക്ഷേ പവാർഡ് പുറത്താവുന്നു. അത് തിരിച്ചടി തന്നെയാണ് ഇന്റർ മിലാൻ. അതേസമയം FC ബാഴ്സലോണയ്ക്ക് അവരുടെ പരിക്കേറ്റ താരങ്ങളിൽ റോബർട്ട് ലെവൻഡോസ്കി മടങ്ങിയെത്തിയിട്ടുണ്ട്. ബാലിന്റെ പുറത്ത് തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കുടുംബവിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.